ഹലോ ഗൈസ്, ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ ഒരു കൊറിയൻ റൊമാൻറ്റിക് മിസ്റ്റീരിയസ് ത്രില്ലർ സൈറൻസ് കിസ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 2 എപ്പിസോഡ് 1 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കഴിഞ്ഞ എപ്പിസോഡിൽ ഹാൻസിയോളിനെ ചോദ്യം ചെയ്യുന്ന വൂസോക്കിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിച്ചത്. സോങ്സിൻ മരിച്ചതിൻ്റെ അന്നത്തെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നതും. റൂമിൽ സോങ്സിൻ്റെ കുറേ ചിത്രങ്ങളും മദ്യക്കുപ്പികൾ അടുക്കി വെച്ചിട്ടുള്ളതിനെയും സോഫയിൽ കിടന്നുറങ്ങുന്ന ഹാൻസിയോളിനെയും നമ്മൾ കാണുന്നു. പെട്ടെന്ന് തന്നെ തൻ്റെ സുഹൃത്ത് യുൻഹോക്കിൻ്റെ കോള് വരികയും സോങ്സിനൊരു അപകടം പറ്റി എത്രയും പെട്ടെന്ന് നീ ഹാർബറിലേക്ക് വരാൻ അവൻ പറയുന്നു. എന്നാൽ ഒരു ഭാവമാറ്റവും ഇല്ലാതെ അവൾ അതെല്ലാം കേട്ടിരിക്കുകയും പിന്നീട് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുമ്പോൾ പോലും അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നില്ല. സോങ്സിൻ്റെ ബോഡിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഹാൻസിയോളിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് സോങ്സിനെ ഞാൻ കൊന്നെന്നാണോ? അല്ലെങ്കിലും കിമ്മിൻ്റെ മരണവുമായി എൻ്റെ ഫിയാൻസിക്ക് എന്താണ് ബന്ധമെന്ന് അവൾ ചോദിക്കുമ്പോഴാണ് യുൻഹോക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. വൂസോക്കിൻ്റെ സംസാര രീതി ഒട്ടും ഇഷ്ടപ്പെടാത്ത യുൻഹോക്ക് അവനോട് തട്ടിക്കയറാൻ വരുമ്പോൾ അവൾ തടയുന്നു. താനിവരുടെ ഫ്രണ്ടാണല്ലേ, അപ്പോൾ സോങ്സിനെ പറ്റിയും നിങ്ങൾക്കറിയാമല്ലോ, നമുക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് വൂസോക്ക് തൻ്റെ ബിസിനസ് കാർഡ് അവൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നു. പിന്നീട് അന്ന് പാർട്ടിയിലുണ്ടായിരുന്ന ഹോങ്ജിയുടെ ബാറിൽ ഹാനും യുൻഹോക്കും ഇരിക്കുന്നു. ഒരു ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്റർ എന്തിനാ നിന്നോട് വന്ന് ആ രീതിയിൽ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ സോങ്സിനും കിമ്മും ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് പോളിസി എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അത് കേട്ട് യുൻഹോക്ക് പണ്ട് സോങ്സിനുമായി സംസാരിച്ചത് ഓർക്കുന്നു. റെസ്റ്റോറൻറ്റ് ഉടമയായ സോങ്സിൻ തൻ്റെ വൈൻ ബോട്ടിലിന് സൈറൻ എന്ന പേരിട്ടത് എന്തിനാണെന്ന് യുൻഹോക്ക് ചോദിക്കുമ്പോൾ ഗ്രീക്ക് മിത്തോളജി പ്രകാരം സൈറൻ എന്നൊരു മത്സ്യകന്യക ഉണ്ടായിരുന്നെന്നും അവൾ പാട്ടുപാടി അതുവഴി പോകുന്ന നാവികരെ വശീകരിക്കുകയും മരണത്തിലേക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ നാവികർ അവളുടെ വശ്യതയിൽ താഴേക്ക് എടുത്തു ചാടുകയും ചെയ്തിരുന്നു. പിന്നീട് ഹാനിനെ പറ്റി പറയുന്നു. അവൾ ഇപ്പോഴും എന്നോട് മുഴുവനായും മനസ്സ് തുറക്കാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവൾ എൻ്റെ പ്രൊപ്പോസൽ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ബെനിഫിഷ്യറിയായി ഞാൻ അവളുടെ പേരാണ് കൊടുക്കാൻ പോകുന്നതെന്നും അന്ന് സോങ്സിൻ പറഞ്ഞത് യുൻഹോക്ക് ഓർത്തെടുക്കുന്നു. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പുറത്തുനിന്നും ഒരു പെൺകുട്ടി ഇവർ സംസാരിക്കുന്നത് കണ്ട് യുൻഹോക്കിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അന്ന് രാത്രി വൂസോക്ക് ഹാനിനെ ആ 2 മരണങ്ങളുമായി കണക്ട് ചെയ്യാൻ നോക്കുന്നു. അവൻ ഈ കൊലപാതകങ്ങൾക്ക് പുറകിൽ ഹാൻ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് ഒരു സ്റ്റാഫ് വന്ന് കിമ്മിൻ്റെ സാധനങ്ങൾ ഇവിടെ നിന്ന് മാറ്റേണ്ടേ എന്ന് ഹാങ്ങിനോട് ചോദിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായി ഓഫീസിലിരിക്കുന്ന വൂസോക്കിനടുത്തേക്ക് ഫ്രണ്ട് വന്ന് കിം ഇവിടെ നിന്നും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്ന് വീട്ടുകാർക്ക് ഒരറിവുമില്ല എന്ന് പറയുന്നു. അങ്ങനെ വൂസോക്ക് കിം യോഞ്ചിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. എനിക്കിനി എന്തിനാ കാശ്? വേണമെങ്കിൽ അതിൽ കൂടുതൽ കാശ് ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് തൻ്റെ മകളെ തരാമോ എന്ന് കരഞ്ഞുകൊണ്ട് കിമ്മിൻ്റെ അമ്മ വൂസോക്കിനോട് ചോദിക്കുന്നു. ഇതേ സമയത്താണ് ഹാൻ കിമ്മിൻ്റെ ഓഫീസിലെ സാധനങ്ങളുമായി അങ്ങോട്ട് വരുന്നത്. റൂമിലേക്ക് വൂസോക്ക് അതെല്ലാം കൊണ്ടുവയ്ക്കുന്നു. നിങ്ങൾ സംസാരിക്ക്, ഞാൻ ചായ എടുക്കാമെന്നും ഹാനിനോട് കമ്പനിയിലെ ചില ഡോക്യുമെൻറ്റ്സ് ഇവിടെയുണ്ട്, അതുകൂടി എടുത്ത് പൊയ്ക്കോളാനും പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. പിന്നീട് റൂമിൽ അങ്ങനെ ഓരോന്ന് നോക്കുന്ന സമയത്ത് വൂസോക്കിന് സോങ്സിൻ്റെ ബിസിനസ് കാർഡ് അവിടെ നിന്നും കിട്ടുന്നു. അവനത് അവൾ കാണാതെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് നോക്കുന്ന സമയത്ത് ഹാനിനൊരു നോട്ട് പാഡ് കിട്ടുന്നു. അതിൽ ഓരോ ദിവസത്തെയും ഹാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിലായി അവൾ അതിൽ എഴുതി വച്ചിരിക്കുന്നു. ഇത് കണ്ട് അവളും അവൻ കാണാതെ ആ നോട്ട് പാഡ് അവിടെ നിന്നും എടുക്കുന്നു. പിന്നീട് ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന അവർ 3 ആളെയും കാണിക്കുന്നു. TV ആങ്കറായി വർക്ക് ചെയ്തിരുന്ന തൻ്റെ മകൾ പെട്ടെന്നാണ് അവിടെ നിന്നും റിസൈൻ ആയതും റോയൽ ഓപ്ഷൻ കമ്പനിയിൽ ജോയിൻ ചെയ്തത് മുതൽ തൻ്റെ മകൾ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നും അമ്മ പറയുന്നു. ഇത് കേട്ട് വൂസോക്ക് ഹാനിനോട് കിം ജോലി സ്ഥലത്ത് എങ്ങനെയായിരുന്നു? അവൾക്ക് ഉടൻ തന്നെ പ്രൊമോഷൻ കിട്ടുമെന്നാണല്ലോ അറിഞ്ഞതെന്നും എന്നിട്ട് ആ കമ്പനിയിൽ വെച്ച് തന്നെ അവൾ സൂയിസൈഡ് ചെയ്തത് എന്തിനായിരിക്കും? ബുള്ളിയിങ്ങോ സഹപ്രവർത്തകരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെന്നും നിങ്ങൾ പറയുന്നില്ല. അപ്പോൾ എന്തായിരിക്കും അവൾ മരിക്കാനുള്ള യഥാർത്ഥ കാരണമെന്ന് അവൻ ചോദിക്കുന്നു. അവൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയായിരുന്നു. പക്ഷേ ജോലിക്ക് പുറമെ ഒരു സ്റ്റാഫിനെയും പേഴ്സണൽ മാറ്റേഴ്സിനെ പറ്റി എനിക്കറിയില്ല എന്നും അമ്മയ്ക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്നും അവൾ ചോദിക്കുന്നു. നേരത്തെ നടന്ന ഒരു കാര്യം മനസ്സിലോർത്ത് അവർ പറഞ്ഞു. ഒരിക്കൽ ഏറെ വൈകി വന്ന അവൾക്ക് ഭക്ഷണവുമായി ഞാൻ ചെന്നു. വളരെ വിഷമത്തിലായിരുന്ന അവളോട്
എന്നും ഒരുപാട് വൈകി വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയും അവൾക്ക് ആരോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അയാളോടൊപ്പമാണോ നീ പോയതെന്ന് ചോദിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു എന്നവൾ പറയുന്നു. പിന്നീട് പുറത്തേക്ക് വരുന്ന ഹാനിനോട് വൂസോ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ആദ്യമേ എത്തിയതെന്ന് അവൾ തിരിച്ചു ചോദിച്ച് അവിടെ നിന്നും പോകുന്നു. പിന്നീട് സീനിയർ ഓഫീസർ പോസോങ്ങിനെ കാണിക്കുന്നു. അയാൾ കിമ്മിൻ്റെ കോൾ ഹിസ്റ്ററി നോക്കുമ്പോൾ അതിൽ ഒരുപാട് തവണ സോങ്സിനെ വിളിച്ചിരിക്കുന്നത് കാണുന്നു. ഇതിനെപ്പറ്റി പറയുമ്പോഴാണ് ജോ സോങ്സിൻ 10 ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു എന്നുള്ള കാര്യം അയാളോട് പറയുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ അയാൾ അവിടെ നിന്നും പോകുന്നു. പിന്നീട് വൂസോക്ക് തൻ്റെ ഫ്രണ്ടിനെ കാണാനായി വരുന്നുണ്ട്. സോങ്സിൻ്റെ മരണത്തെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയി അറിയാനാണ് വൂസോക്ക് അവനെ കാണുന്നത്. അന്ന് കപ്പലിൽ സോങ്സിന് ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ കാലുവഴുതി വീണപ്പോൾ കപ്പലിൻ്റെ ഒരു ഭാഗത്ത് തട്ടി തിരിച്ചറിയാനാവാത്ത വിധം മുറിവേൽക്കുകയും മരണപ്പെടുകയും ചെയ്തു. പാരൻസ് നാട്ടിലില്ലാത്തത് കൊണ്ട് ഫിയാൻസി ഹാൻസിയോളാണ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തത്. പക്ഷേ രസകരം എന്തെന്നാൽ അവർ ആ ബോഡി കണ്ട് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൾ അത് തിരിച്ചറിയുകയായിരുന്നു. അവിടെ നിന്നും കട്ട് ചെയ്താൽ ഹാൻസിയോൾ ഓഫീസിലിരിക്കുമ്പോൾ ഒരു കപ്പലിൻ്റെ കീ ചെയിൻ കിട്ടുകയും പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. തൻ്റെ ഫിയാൻസി സോങ്സിനൊപ്പം കപ്പലിൽ പോയതും അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് നീ കൂടുതൽ ചിന്തിക്കേണ്ട, ഞാൻ ആ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്തെന്ന് അവളോട് അവൻ പറയുകയും അവൾ അത് കേട്ട് പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവൾ ചെയർവുമൺ കിം സിയോണിൻ്റെ വീട്ടിലിരിക്കുന്നു. അവർക്ക് കുക്കിംഗ് നല്ല ഇഷ്ടമുള്ള പണിയാണ്. ഞാൻ കിമ്മിൻ്റെ വീട്ടിൽ പോയിരുന്നു. അമ്മ ഇപ്പോഴും വിഷമത്തിലാണെന്ന് പറയുമ്പോൾ നിന്റെ ഫിയാൻസി മരിച്ചതും ഞാൻ അറിഞ്ഞിരുന്നു. വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓഫീസിൽ വരുമ്പോഴാണ് അതെല്ലാം ഒന്ന് മറക്കുന്നതെന്ന് അവൾ പറയുന്നു. പിന്നീട് കിം സിയോൺ ഉണ്ടാക്കി നൽകിയ ഭക്ഷണം കഴിച്ച് അവൾ നേരെ ബാത്റൂമിൽ പോയി അതെല്ലാം വൊമിറ്റ് ചെയ്ത് കളയുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് കിം യുജയുടെ വീട്ടിൽ നിന്നും കിട്ടിയ സോങ്സിൻ്റെ ബിസിനസ് കാർഡ് ഉപയോഗിച്ച് സോങ്സിൻ്റെ റെസ്റ്റോറൻറ്റിൽ വൂസോക്ക് എത്തുകയും കിം യുജയുടെ ഫോട്ടോ കാണിച്ച് ഇവൾ ഇവിടെ വരാറുണ്ടോ എന്നും ചോദിക്കുന്നു. റെസ്റ്റോറൻറ്റ് മാനേജർ ഇവർ സോങ്സിനെ അന്വേഷിച്ച് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നും അവളെ മാനേജർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. സോങ്സിന് മരിക്കുന്നതിൻ്റെ തലേന്നും അവർ അന്വേഷിച്ചിവിടെ വന്നിരുന്നു എന്നും മാനേജർ പറയുന്നു. തിരികെ അവിടെ നിന്നും പോകുന്ന വൂസോക്കിനെ സോങ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായി അങ്ങോട്ടേക്ക് വന്ന സീനിയർ ഓഫീസർ കാണുന്നു. അവിടെ നിന്നും സോങ്സിന് അപകടം പറ്റിയ ആ യാച്ചിലേക്കാണ് വൂസോക്ക് പോകുമ്പോൾ അങ്ങോട്ടേക്ക് പ്യോസോങ്ങും എത്തുന്നു. കിമ്മും സോങ്സിനും തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്നും 10 ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ അവർ മരണപ്പെടുകയും ചെയ്തു എന്നും പോസോങ് പറയുമ്പോൾ ഒരു പുച്ഛഭാവത്തിൽ എല്ലാം നേരത്തെ അറിയുന്നുണ്ടല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നിനക്ക് തന്നെ അറിയില്ലേ, നിന്റെ ചേച്ചിക്ക് നടന്നത് കൊലപാതകമല്ല, അതൊരു സാധാ അപകടമായിരുന്നു എന്ന്. പക്ഷെ നീ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമെന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും വൂസോക്ക് പോകുന്നു. തിരികെ കാറിൽ പോകുന്ന അവൻ തൻ്റെ ബോയ് ഫ്രണ്ടിനൊപ്പം ട്രിപ്പിനായി യാത്ര പറഞ്ഞു പോയ തൻ്റെ ചേച്ചി പിന്നീട് മോർച്ചറിയിൽ തണുത്തുറഞ്ഞു കിടന്നതോർത്ത് അവന് സങ്കടം സഹിക്കാനാകുന്നില്ല. പിന്നീട് ഹോങ്ജിയുടെ ബാറിലിരിക്കുന്ന ഹാനിൻ്റെ അടുത്തേക്ക് വൂസോക്ക് വരുന്നു. വന്ന പാടെ സോങ്സിനും ഹാനും ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു എന്നും അവൻ മരിക്കുന്നതിന് തലേന്ന് പോലും അവർ തമ്മിൽ മീറ്റ് ചെയ്തതിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ എന്നും ചോദിക്കുമ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവൾ തിരിച്ചു മറുപടി നൽകുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും സീക്രട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതറിഞ്ഞിട്ട് മരണം നടന്നതാകാമെന്നും അവൻ പറയുന്നത് കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നു. സോങ്സിൻ്റെ കൊലപാതകമാണെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ കിമ്മും അവൾ മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപാണ് തന്നെ വിളിച്ച് ഒരു ഇൻഷുറൻസ് ഫ്രോഡിൻ്റെ കാര്യം പറഞ്ഞതും അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, നിങ്ങളല്ലേ അവരെ കൊന്നതെന്നും അവളെ നോക്കി ചോദിക്കുമ്പോൾ അവൾ അവനെ നോക്കി ചിരിക്കുന്നു. പിന്നീട് ഹാൻ റൂമിലേക്ക് വരുമ്പോൾ സോങ്സിനും കിമ്മും തമ്മിൽ വളരെ ക്ലോസായി നിൽക്കുന്നത് അവൾ സ്വപ്നം കാണുന്നത് ഓർത്ത് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നു. പിന്നീട് ജോയുമായി വൂസോക്ക് സംസാരിക്കുമ്പോൾ സോങ്സിനുമായി കിം കോണ്ടാക്ട് ചെയ്യാറുള്ളത് അവൾക്ക് യാതൊരു ഐഡിയയും ഇല്ലാത്തതുപോലെയാണ് എനിക്ക് അവളുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് തോന്നിയത്. ഒന്നെങ്കിൽ അവൾക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല, അല്ല എന്നുണ്ടെങ്കിൽ അവൾ ഒരു പഠിച്ച കള്ളിയായിരിക്കും. ഇനിയിപ്പോൾ അവൾക്ക് വേറെ എന്തെങ്കിലും ഇൻഷുറൻസ് പോളിസി ഇതിനു മുന്നേ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നു. പിന്നെ അവിടുന്ന് ഹാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ അവളെ എല്ലാവരും ഒരുമാതിരി നോക്കുന്നു. പിന്നീട് ലിഫ്റ്റിൽ കയറുമ്പോൾ മാനേജർ വന്ന് എല്ലാവരും കിമ്മുമായുള്ള അടികൂടുന്നതിൻ്റെ വീഡിയോ കണ്ടെന്നും എല്ലാവരും നിനക്കെതിരെ കമൻ്റ് ഇട്ടിരിക്കുന്നു എന്നും പറയുമ്പോൾ പല അക്കൗണ്ടിൽ നിന്നും കമൻ്റ് ഇട്ടിരുന്നുവെങ്കിൽ കമൻ്റ് ചെയ്തത് നിങ്ങളായിരുന്നു എന്ന് ഒരിക്കലും സംശയിക്കില്ലായിരുന്നു എന്ന്
ഒരു പുച്ഛത്തിൽ പറഞ്ഞു ചിരിച്ച് അവൾ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങുന്നു. ഓപ്ഷന് വരുന്ന ചിത്രങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്തു നിൽക്കുന്ന യുൻഹോക്കും ഹാനിനെതിരെ വരുന്ന പോസ്റ്റുകൾ കാണുന്നുണ്ട്. അപ്പോഴേക്കും ഹാനുമായി അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പുറത്തുനിന്ന് നോക്കിയ ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നു. അവൾ ശരിക്കും യുൻഹോക്കിന്റെ സഹോദരി യുൻഹോ ആയിരുന്നു. എല്ലാവരും പറയുന്നത് കേട്ടെങ്കിലും ചേട്ടൻ അവളെ സംശയിക്കുന്നില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, ഇല്ല, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നീയും അങ്ങനെയൊന്നും പറയരുത്, അവൾ നമ്മളെ ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നതെന്ന് അവളോട് പറയുന്നു. ഇത് കേട്ട യുൻഹോ അതെല്ലാം അവളുടെ അഭിനയമാണെന്നും പറയുന്നു. വീണ്ടും ചെറീനെ കാണാനായി വൂസോക്ക് എത്തുന്നുണ്ട്. അവൾ സത്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും തൻ്റെ അമ്മയെ പോലീസ് പിടിക്കുമോ എന്നുള്ള പേടി അവൾക്കുണ്ട്. അവൾ ഒറ്റയ്ക്കായി പോകുമെങ്കിലും അവളുടെ അമ്മ കൂടെയുണ്ടെങ്കിൽ അവൾക്ക് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം എന്നുള്ള പേടി കാരണം അവൻ കേസുമായി മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങുമ്പോഴാണ് ഇൻഷുറൻസ് ഓഫീസിൽ നിന്നും ഇതിനു മുന്നേയും ഇൻഷുറൻസ് പോളികൾ ഹാനിനുണ്ടായിരുന്നുവെന്ന് വൂസോക്ക് അറിയുന്നത് കേട്ട് ഞെട്ടുന്നു. പിന്നീട് ഓഫീസിലെത്തി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന അവൻ ഇതിനു മുന്നേ ഹാനിൻ്റെ വിവാഹം ഒരു ഡോക്ടറുമായി ഉറപ്പിച്ചിരുന്നുവെന്നും അയാൾ പ്രൊപ്പഫോൾ എന്ന മെഡിസിൻ ഓവർഡോസായി കുത്തിവെച്ചാണ് മരിച്ചതെന്നും സോങ്സിം ഇതുപോലെ തന്നെ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ അവൻ്റെയും ഇൻഷുറൻസ് പോളിസി ക്യാൻസലായെന്നും അമ്പരപ്പോടെ വായിക്കുകയാണ് നമ്മുടെ കഥാനായകൻ. ഇതവൻ തൻ്റെ സീനിയർ ഓഫീസറോട് പറയുമ്പോൾ നമുക്കിത് പോലീസിനോട് പറയാമെന്ന് പറയുന്നത് കേട്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. വൂസോക്ക് അവിടെ നിന്നും നേരെ പോകുന്നത് ചോയുടെ മുൻ കാമുകൻ ഡോക്ടറുടെ ക്ലിനിക്കിലേക്കാണ്. അവിടെ എത്തി മറ്റൊരു ഡോക്ടറോട് ആ ഡോക്ടറിനെ പറ്റിയും പിന്നീട് ഹാനിനെ പറ്റിയും ചോദിക്കുമ്പോൾ അയാൾ ഒന്നും വിട്ടു പറയുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ആർക്കും പുറത്ത് കൊടുക്കാറില്ല എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. ഇതെല്ലാം തൊട്ടടുത്ത് നിൽക്കുന്ന നേഴ്സ് നോക്കുന്നതും വൂസോക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ലഞ്ച് ബ്രേക്കിന് പുറത്തിറങ്ങുന്ന അവരെ അവൻ കാണുകയും അവർക്ക് ലഞ്ച് ഓഫർ ചെയ്യുമ്പോൾ അവർക്കറിയാനുള്ള കാര്യങ്ങൾ അവനോട് പറയുന്നു. ഹാൻ ഇവിടെ ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് ഡോക്ടറെ കാണാൻ എത്തിയത്. അവരുടെ മുൻകാമുകൻ സിറിയയിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ മരണപ്പെട്ടു എന്നും കേൾക്കുന്ന ഹാൻ ഞെട്ടുന്നു. പിന്നീട് കിം എഴുതിയ നോട്ട് പാഡ് ഹാൻ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് യുൻഹോക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ ആ നോട്ട് പാഡ് ഒളിപ്പിച്ചു വെക്കുന്നു. എങ്ങനെ ചോദിക്കണമെന്നറിയാതെ പതുങ്ങിയ സ്വരത്തിൽ, സോങ്സിൻ്റെ ഇൻഷുറൻസ് മണി നിനക്ക് കിട്ടിയോ, നീ ശരിക്കും അവനെ സ്നേഹിച്ചിരുന്നോ എന്നും അവൻ ചോദിക്കുമ്പോൾ അവൾക്ക് ശരിക്കും സങ്കടവും ദേഷ്യവും വരുന്നു. നിനക്കും എന്നെ വിശ്വാസമില്ലാതായോ എന്ന് ചോദിച്ച് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. വൂസോക്കാണെങ്കിൽ ഹാനിൻ്റെ മുൻ കാമുകനെ പറ്റി അന്വേഷിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സിറിയയിൽ ഒരു ബോംബ് ആക്രമണത്തിൽ റിലീഫ് ഓർഗനൈസേഷനിലെ ഒരാൾ മരണപ്പെട്ടത് വാർത്തയിൽ വന്നത് അവൻ വായിക്കുന്നുണ്ട്. തിരികെ കമ്പനിയിൽ എത്തുമ്പോൾ പുതുതായി വന്ന പെയിൻറ്റിംഗ് ഓർഫൻ ഫ്രം സിറിയ എന്ന പെയിൻറ്റിംഗ് കണ്ട് ഹാൻ വല്ലാതെ ആകുന്നു. പിന്നീട് എന്തൊക്കെയോ ആലോചിച്ച് പ്രൊജക്ടറിൽ പെയിൻറ്റിംഗ് കണ്ടിരിക്കുന്ന ഹാനിൻ്റെ അടുത്തേക്ക് ആരും കാണാതെ വൂസോക്ക് എത്തുന്നു. അവൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം അവളോട് ഓരോന്നോരോന്നായി പറയാൻ തുടങ്ങി. ആദ്യത്തെ കാമുകൻ സിറിയയിൽ ബോംബ് ആക്രമണത്തിൽ മരിച്ചപ്പോൾ ഇൻഷുറൻസ് തുക കിട്ടാത്തത് കൊണ്ടാണോ അതോ ഫേക്ക് ഡിപ്രഷൻ അഭിനയിച്ചാണോ ട്രീറ്റ്മെൻറ്റിന് പോയത്? അവിടെ ചികിത്സിച്ച ഡോക്ടറുമായി തന്നെ അടുത്ത റിലേഷൻഷിപ്പ്. അയാളും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. മൂന്നാമത്തെ കേസിലും ഇതുതന്നെ അവസ്ഥ. ഒരു കാര്യം ഉറപ്പാണ്, നീയുമായി പ്രണയത്തിലാകുന്ന എല്ലാവരും മരണപ്പെടുമെന്ന് പറയുമ്പോൾ അതുവരെ ഒന്നും മിണ്ടാതിരിക്കുന്ന അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. എങ്കിൽ നീ ഒരു കാര്യം കൂടെ പറയൂ, ഞാനുമായി അടുത്ത റിലേഷൻഷിപ്പിലാകാൻ പോകുന്നത് ആരാണെന്ന് അവനോട് ചോദിക്കുന്നിടത്ത് വെച്ച് എപ്പിസോഡ് 2 അവിടെ അവസാനിക്കുന്നു. എപ്പിസോഡ് 1 പോലെ തന്നെ മിസ്റ്റീരിയസ് മോഡ് ഈ എപ്പിസോഡിലും തുടരുന്നു. വൂസോക്ക് ഇപ്പോഴും ഹാനിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. ഇതിൽ ഹാനിൻ്റെ ഭൂതകാലത്തെ പറ്റി കൂടുതൽ ചുരുളഴിയുന്നു. ഇപ്പോഴും ഈ നടന്ന മരണങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഒരു ഐഡിയയും ഈ എപ്പിസോഡിൽ നിന്നും കിട്ടുന്നില്ല. വരും എപ്പിസോഡുകളിൽ നിന്ന് ഓരോന്നോരോന്നായി ചുരുളഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.